എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 4-ാമത്തെ സർഗത്തിലെ 63ഉം 64ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. നമുക്ക് ആദ്യം 63ാമത്തെ ശ്ലോകം നോക്കാം. ഈ ശ്ലോകങ്ങളിലും പാട്ടിൻ്റെ ശക്തി, ഭഗവാന്റെ സംഗീതത്തിൻ്റെ സ്വാധീനിക്കാനുള്ള ശക്തി, എല്ലാവരെയും ആ സംഗീതത്തിലേക്ക് ആകർഷിക്കാനുള്ള ശക്തി അത് തന്നെയാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. 63ാമത്തെ ശ്ലോകം നോക്കൂ. സിദ്ധാഃ കളത്രാണിലതാ ഗൃഹേഷു സമുദ്യതാഃ പായയിതും മധൂനി കരദ്വയോദഞ്ചിതരത്നപാത്ര നിഷേതുരാലേഖ്യമിവ പ്രപന്ന. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. സിദ്ധാഃ കളത്രാണി ലതാഗൃഹേഷു സമുദ്യതാഃ പായയിതും മധൂനി കരദ്വയോദഞ്ചിതരത്നപാത്ര നിഷേധു ആലേഖ്യം ഇവ പ്രപന്ന. അവസാനത്തെ വരിയിൽ മാത്രമേ 2 പദച്ഛേദമുള്ളൂ. നിഷേധു എന്നുള്ളതും ആലേഖ്യം ഇവ എന്നുള്ളതും, അങ്ങനെ 3 പദങ്ങൾ. ഇവിടെ എന്താ പറയണത്? സിദ്ധന്മാരെ പറ്റിയിട്ടാണ് വർണ്ണിച്ച് തുടങ്ങുന്നത്. ലതാഗൃഹേഷു സിദ്ധ, ലതാഗൃഹങ്ങളിൽ ഉള്ളവരായ, അതിനവിടെ വാക്ക് പറഞ്ഞിട്ടില്ല, അപ്പോൾ നമ്മൾ പറയാണ് ലതാഗൃഹേഷു വർത്തമാന സിദ്ധ. ലതാഗൃഹങ്ങളിൽ ഇരിക്കുകയായിരുന്ന സിദ്ധന്മാർ. ആ സിദ്ധന്മാർ ഒറ്റയ്ക്കല്ല ഇരുന്നിരുന്നത്, അവരുടെ കൂടെ ആരും കൂടി ഉണ്ടായിരുന്നു? കളത്രാണി, ഭാര്യമാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരുമിച്ചാണ്, അതായത് ദ്വന്ദ്വങ്ങൾ, ദമ്പതിമാരാണ്, സിദ്ധദ്വന്ദ്വങ്ങളാണ് ഓരോ വള്ളിക്കുടിലും, അതാണ് ലതാഗൃഹങ്ങൾ, അവിടെ വിശ്രമിച്ചിരുന്നത്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കളത്രാണി മധൂനി പായയിതും സമുദ്യത, കളത്രങ്ങളെ, അവിടെ ദ്വിതീയ ബഹുവചനാണ്. അതായത് വനം വനേ വനാനി, വനം വനേ വനാനി എന്ന് പറയുന്നത് പോലെയാണ് കളത്രം കളത്രേ കളത്രാണി, കളത്രം കളത്രേ കളത്രാണി. അതായത് പ്രഥമ വിഭക്തിയിലും ദ്വിതീയ വിഭക്തിയിലും ബഹുവചന രൂപം ഒരുപോലെയാണ്. ഭാര്യമാർ, കളത്രങ്ങൾ എന്ന് പറയുന്നത് പ്രഥമ ബഹുവചനം, കളത്രങ്ങളെ എന്നുള്ളത് ദ്വിതീയ ബഹുവചനം. അത് അർത്ഥം വെച്ചിട്ട് നോക്കുമ്പോഴേ അത് പ്രഥമയാണോ ദ്വിതീയയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ സിദ്ധന്മാരാണ് കർത്താക്കന്മാർ, ക്രിയ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് കർമ്മങ്ങളാണ് ഭാര്യമാർ എന്നുള്ളതിനാലാണ് ഇവിടെ ദ്വിതീയ വിഭക്തി വന്നിരിക്കുന്നത്. അങ്ങനെ സിദ്ധന്മാര് കളത്രങ്ങളെ, ഭാര്യമാരെ കൊണ്ട് മധൂനി പായയിതും സമുദ്യത. മധൂനി, മധൂനി എന്ന് പറയുമ്പോൾ മദ്യം എന്നാണ് അർത്ഥം. മധു എന്നുള്ളതിന് തേൻ എന്നൊക്കെ അർത്ഥം ഉണ്ടെങ്കിലും ഇവിടെ മദ്യം എന്നുള്ള അർത്ഥം തന്നെയാണ് വ്യാഖ്യാതാക്കൾ പറയണത്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതും, കവി ഉദ്ദേശിച്ചിട്ടുള്ളതും. അപ്പോൾ ലതാഗൃഹങ്ങളിൽ ഇരുന്ന് പത്നിമാരെ കൊണ്ട് മദ്യം കുടിപ്പിക്കാൻ ഉത്സാഹിക്കുന്നവരായിട്ടുള്ള സിദ്ധന്മാർ. ലതാഗൃഹേഷു മധൂനി കളത്രാണി മധൂനി പായയിതും സമുദ്യതാ സിദ്ധ. അതിനായിട്ട് പുറപ്പെട്ട സിദ്ധന്മാർ പെട്ടെന്ന് അവർക്ക് എന്തു സംഭവിച്ചു? അവരും ഭഗവാന്റെ പാട്ട് കേട്ടു. അപ്പോൾ കരദ്വയോദഞ്ചിത രത്നപാത്ര ആലേഖ്യം പ്രപന്ന ഇവ നിഷേധു. അവരെങ്ങനെയാണ് മധു കുടിപ്പിച്ചിരുന്നത്, മദ്യം കുടിപ്പിച്ചിരുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കരദ്വയ ഉദഞ്ചിത രത്നപാത്ര. കരദ്വയം, 2 കൈകൾ, ആ 2 കൈകളിലും എടുത്തിട്ടുള്ളതായ ഒരു പാത്രം, മധു ചഷകം, 2 കൈ കൊണ്ടുമാണ് പിടിച്ചിരിക്കുന്നത്. ആ 2 കൈ കൊണ്ടും പിടിച്ച് ഉള്ളതായ എങ്ങനെയുള്ള പാത്രങ്ങളാണ്? രത്നപാത്ര, രത്നം കൊണ്ട് നിർമ്മിച്ചതായ, രത്നം പതിച്ചിട്ടുള്ളതായ നല്ല അമൂല്യമായിട്ടുള്ള പാത്രങ്ങൾ പിടിച്ചിട്ടാണ്, ആ പാത്രത്തിൽ മധു ഒഴിച്ചിട്ടാണ് ഭാര്യമാർക്കത് സേവിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ആവുമല്ലോ. അങ്ങനെ അവരുടെ അടുത്തേക്ക് ചുണ്ടോട് അടുപ്പിക്കുന്നതായ ആ പാത്രം പിടിച്ച ആ നേരത്താണ് ഭഗവാന്റെ പാട്ട് കേൾക്കാൻ തുടങ്ങിയത്. അതോടുകൂടി അവരും നിശ്ചലരായി. അതാണ് കരദ്വയോദഞ്ചിത രത്നപാത്ര ആലേഖ്യം പ്രപന്ന ഇവ. അങ്ങനെ ഇരിക്കുന്ന ആ സിദ്ധന്മാര് ചിത്രത്തിൽ എഴുതപ്പെട്ടവരെന്ന പോലെ, ആലേഖ്യം പ്രപന്ന, ആലേഖ്യം എന്ന് പറഞ്ഞാൽ ചിത്രം, ചിത്രത്തിലായിപ്പോയി എന്നതുപോലെ ആലേഖ്യം പ്രപന്ന ഇവ നിഷേധു. അത് അവരും അനങ്ങാതെയായി. ചിത്രത്തിലെഴുതിയാൽ അവർക്ക് അനക്കല്ലല്ലോ, ചിത്രത്തിൽ വരയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ അനങ്ങില്ല, ചിത്രങ്ങൾക്ക് ജീവനില്ലല്ലോ. അതുപോലെ തന്നെ മധു കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട ആ സിദ്ധന്മാരും
നിശ്ചലരായി പാട്ട് കേൾക്കാൻ തുടങ്ങി എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ സിദ്ധന്മാരുടെ കാര്യം, അതായത് മൃഗങ്ങൾ മാത്രമല്ല സിദ്ധ ഗണങ്ങൾക്കൊക്കെ ഈ പറഞ്ഞതായിട്ടുള്ള നിശ്ചലത ചിത്രത്തിൽ പെട്ടതുപോലെയുള്ള ഒരവസ്ഥ സംഭവിച്ചു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. തദ്വംശനാളാച്യുതമച്യുതസ്യ ഗേയാമൃതം സാധു നിഷേവ്യ വൃക്ഷാ ചിരം ജരാജർജരിതത്വചോപി ബാലായിവാസൻ നവപല്ലവാഢ്യാ. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. തദ്വംശനാളാത് ച്യുതം അച്യുതസ്യ ഗേയാമൃതം സാധു നിഷേവ്യ വൃക്ഷാ ചിരം ജരാജർജരിതത്വച അഭി ബാലാ ഇവ ആസൻ നവപല്ലവാഢ്യാ. വൃക്ഷാ, അടുത്തതായിട്ട് വൃക്ഷങ്ങളെ പറ്റിയിട്ടാണ് പറയണത്. കഴിഞ്ഞ ശ്ലോകത്തിൽ സിദ്ധന്മാരെ പറ്റിയിട്ടാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ വൃക്ഷങ്ങളെ പറ്റിയിട്ടാണ് പറയണത്. വൃക്ഷങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ വൃശ്ചന്തേ ഛിദ്യന്തേ ഇതി വൃക്ഷാ, അതായത് വളർന്നുകൊണ്ടേയിരിക്കും, പിന്നെയും പൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും, പിന്നെയും വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വൃക്ഷങ്ങൾക്ക് വൃക്ഷങ്ങൾ എന്ന് പേര് വന്നത്. ആ വൃക്ഷങ്ങൾ കുറേ കാലമായി ആ കാട്ടിൽ വളർന്നു നിൽക്കണു. പക്ഷേ അവയുടെ കാലമൊന്നും കണക്കാക്കാൻ കഴിയില്ല. എത്രയോ പൗരാണിക കാലത്ത് വളർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? ആ വൃക്ഷങ്ങൾ ഭഗവാന്റെ പാട്ട് കേട്ടു. അങ്ങനെ കേട്ടപ്പോൾ അതാണ് തദ്വംശനാളാത് ച്യുതം അച്യുതസ്യ ഗേയാമൃതം സാധു നിഷേവ്യ വൃക്ഷ. തദ്വംശനാളാത് ച്യുതം, തദ്വംശനാളാത് ആ പ്രസിദ്ധമായിട്ടുള്ള വംശനാളത്തിൽ നിന്നും, വേണുവിൽ നിന്നും, അതായത് ഓടക്കുഴലിൽ നിന്നും പൊഴിഞ്ഞു വീണതായ അച്യുതം, അതിൽ നിന്ന് ഒഴുകി വരുന്നതായ അച്യുതസ്യ ഗേയാമൃതം, അച്യുതൻ ശ്രീകൃഷ്ണൻ്റെ വേണുനാദാമൃതം കേട്ടിട്ട്, ഗേയാമൃതം അമൃതം പോലെയുള്ളതായ ജീവൻ ഉണ്ടാക്കിക്കൊടുക്കുന്നതായ സംഗീതം, അത് കേട്ടിട്ട്, വംശനാളത്തിൽ നിന്നും ഉതിർന്നു വീഴുന്നതായ ഒഴുകി വരുന്നതായ സംഗീതം കേട്ടിട്ട്. ഗേയാമൃതം എന്ന് വളരെ ശ്രദ്ധിച്ച് തന്നെ കവി ഉപയോഗിച്ചൊരു വാക്കാണ്. ഈ മരങ്ങളൊക്കെ മരങ്ങൾക്കൊക്കെ അമൃതം കിട്ടിയതുപോലെയായി. അവർ ചിരകാലമായിട്ട് അനക്കല്ലാതെ ഇങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചാൽ മരിച്ചിട്ടില്ല, ജീവിക്കണില്ല എന്ന് ചോദിച്ചാൽ കഷ്ടി പിഷ്ടി ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. മരങ്ങളായിട്ട് കാലം കഴിച്ചു കൂട്ടുന്നുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ മരങ്ങൾക്കൊക്കെ വലിയൊരു മാറ്റമുണ്ടായി എന്നാണ് ഇവിടെ പറയണത്. അതാണ് ഗേയാമൃതം സാധു നിഷേവ്യ, ഒരനക്കം പോലും ഇല്ലാതെ ഉറച്ചു നിന്നുകൊണ്ട് ഭഗവാന്റെ മുരളീരവം കേട്ടിട്ട് വൃക്ഷങ്ങൾക്കൊക്കെ എന്താണ് സംഭവിച്ചത്? ജരാജർജരിതത്വച അഭി, ചിരം ജരാജർജരിതത്വച അഭി, ചിരകാലമായിട്ട് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ജരാജർജരിതത്വച വൃക്ഷ, ജരാജർജരിതം, ജര എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം. കുറേ കാലം കഴിയുമ്പോൾ വാർദ്ധക്യം വന്നു ചേരും. വാർദ്ധക്യം വന്നു ചേർന്നാൽ മരങ്ങൾക്കുണ്ട് ക്ഷീണങ്ങൾ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ, മരത്തിൻ്റെ ആ ത്വക്ക് അഥവാ തൊലി, ആ മരവുരി, അതൊക്കെ ഇങ്ങനെ അടർന്ന് പൊളിഞ്ഞ് അതിങ്ങനെ എപ്പോൾ തൊട്ടാലും വീഴുമെന്നുള്ളൊരു അവസ്ഥയിൽ, അങ്ങനെ ഒരു പരുവത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ത്വക്കോട് കൂടിയ മരങ്ങൾ പോലും, അതാണ് ജരാജർജരിതത്വച അഭിവൃക്ഷ. വാർദ്ധക്യം വന്നതുകൊണ്ട് ജർജരിതമായ, പൊടിഞ്ഞു പോവാറായ തോലോടുകൂടിയ വൃക്ഷങ്ങൾ അങ്ങനെ ആയിട്ട് പോലും നവപല്ലവാഢ്യ ബാല ഇവ ആസൻ. നവപല്ലവ ആഢ്യ, നല്ല തളിരും പൂവും കായും ഒക്കെ വന്നിട്ട് അതിൻ്റെ തോലൊക്കെ പഴയതൊക്കെ ഉരിഞ്ഞു പോയി പുതിയതൊക്കെ കിളിർത്ത് വന്നിട്ട് ആ വൃക്ഷങ്ങൾ എന്തുപോലെയായി? ബാല ഇവ ആസൻ, ബാലന്മാരെ പോലെ. ബാല എന്ന് പറഞ്ഞാൽ അവരുടെ ആ വാർദ്ധക്യമൊക്കെ കളഞ്ഞിട്ട് അവർ ബാല്യാവസ്ഥയിലേക്ക് വന്നു. ഭഗവാന്റെ പാട്ടിൻ്റെ ശക്തി നോക്കൂ. വളരെ ഇപ്പോൾ പൊടിഞ്ഞു പോവും, ഇപ്പം മുറിഞ്ഞു വീഴും എന്നൊക്കെ വിചാരിച്ച കൊമ്പുകളും ശാഖകളും തണ്ടും അതിൻ്റെ ആ വലിയ വൃക്ഷങ്ങൾ, അങ്ങനെ നിന്നിരുന്ന വൃക്ഷങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ യൗവനമോ ബാല്യാവസ്ഥയോ ഒക്കെ വന്നു ചേർന്നതുപോലെയായി. അവരുടെ വാർദ്ധക്യം എവിടെയോ പോയി മറഞ്ഞു. അത്രയ്ക്ക് ഒരു പുനർനവീകരണമാണ് ഭഗവാന്റെ വേണുരവം കൊണ്ട് ആ കാടിന് മുഴുവനും ഉണ്ടായത്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും
ഗന്ധർവാദികൾക്കും എന്തിന് മരങ്ങൾക്ക് പോലും എത്രയോ മാറ്റമുണ്ടായി എന്ന് കവി വർണ്ണിക്കുകയാണ് ചെയ്തത്. ഇവിടെ പദങ്ങളെ കൊണ്ട് അക്ഷരങ്ങളുടെ പ്രാസമൊക്കെ വരുത്താൻ കവി ശ്രദ്ധിച്ചിട്ടുണ്ട്. ച്യുതം അച്യുതസ്യ, ച്യുതനും അച്യുതനും എന്ന് പറയുമ്പോൾ അത് വിപരീതമാണോ എന്ന് തോന്നിപ്പോവും. പക്ഷേ രണ്ടും രണ്ടർത്ഥത്തിലാണ്. അതൊക്കെ ചില ഛേകാനുപ്രാസം എന്നോ അങ്ങനെയൊക്കെയുള്ള ചില അനുപ്രാസങ്ങളിൽ പെടും ഇതൊക്കെ. അതുപോലെ മറ്റൊന്നാണ് ജരാജർജരിതം തുടങ്ങിയിട്ടുള്ള വാക്കുകൾ. അതുപോലെ ആദ്യവും പറഞ്ഞിരുന്നു, ഈ വേണുനാഥത്തെ പറ്റി പറഞ്ഞ ചില ശ്ലോകങ്ങളിൽ ഇതുപോലെ പദങ്ങളുടെ അക്ഷരങ്ങളുടെയൊക്കെ പായയിതും എന്നൊക്കെ പറയുമ്പോൾ അവിടെ അക്ഷരങ്ങളുടെ ആവർത്തനമൊക്കെ കാണാം. ഇവിടെ ഭഗവാന്റെ വേണൂതലിനെ പറ്റിയിട്ടാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കുറച്ച് വർണ്ണനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് അക്ഷരങ്ങളും അനുപ്രാസങ്ങളും അലങ്കാരങ്ങളും ഒക്കെ വന്നു കയറിയതാണ്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സിദ്ധാഃ കളത്രാണിലതാ ഗൃഹേഷു സമുദ്യതാഃ പായയിതും മധൂനി കരദ്വയോദഞ്ചിതരത്നപാത്രാ നിഷേതുരാലേഖ്യമിവ പ്രപന്നാ തദ്വംശനാളാച്യുതമച്യുതസ്യ ഗേയാമൃതം സാധു നിഷേവ്യ വൃക്ഷാ ചിരം ജരാജർജരിതത്വചോപി ബാലായിവാസന്നവപല്ലവാഢ്യാ. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.